ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെയും ധനതത്വശാസ്ത്രത്തിൻ്റെയും പിതാവാണ്. ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചതും ബ്രിട്ടനിലെ ഇന്ത്യയുടെ ആദ്യ അനൗദ്യോഗിക പ്രതിനിധിയും ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ, മസ്തിഷ്ക ചോർച്ച, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം എന്നിവയുടെയൊക്കെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ്. ദ ട്രൂത്ത് ടെല്ലർ എന്ന ദ്വൈവാരികയുടെ പത്രാധിപനാണ് ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകനും ദാദാഭായ് നവറോജിയാണ്. ദാദാഭായിയുടെ പ്രശസ്തമായ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. ചോർച്ചാ സിദ്ധാന്തത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദരിദ്രത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിക്കുമെന്നും പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകലും അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ചു അതുകൊണ്ട് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിച്ചതും ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിച്ചതും ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെപ്പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തതും